കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഒരു പ്രാവശ്യം കൂടെ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ എന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ, വിശേഷിച്ച് പ്രിയ സണ്ണിയങ്കിൽ കുടുംബം, സഭയിലുള്ള എല്ലാ വിശ്വാസ കുടുംബങ്ങൾ എല്ലാവർക്കും, ഈ സൂമിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർക്ക് എല്ലാം യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് ഇന്ന് ഈ പകൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ മുഖവുരകൾ ഒട്ടും ദീർഘമാക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവജന ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ഈ പകലത്തെ സവിശേഷമായ ദൈവജന ചിന്തകൾക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലൂസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാം. വേദപുസ്തകം കയ്യിലുള്ളവരെല്ലാം ആ വേദപുസ്തകം ഒന്ന് തുറന്ന് ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തെ ആസ്പദീകരിച്ചാണ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലൂസിന്റെ സായാഹ്ന ലേഖനം അല്ലെങ്കിൽ അവസാന ലേഖനം എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണല്ലോ തിമോഥെയോസ് എഴുതി കൊടുത്ത ഈ രണ്ടാമത്തെ ലേഖനം. സായാഹ്ന ലേഖനമെന്നും അവസാന ലേഖനമെന്നും അറിയപ്പെടുവാൻ ധാരാളം തെളിവുകൾ ഈ പുസ്തകത്തിനകത്തുണ്ടെങ്കിലും ഏറ്റവും ആധികാരിത്വം വെളിപ്പെടുത്തുന്ന തെളിവ് 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലുണ്ട്. അവിടെ പൗലൂസ് ഉദ്ധരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എന്നിട്ട് പൗലൂസ് പറയുന്ന പ്രത്യാശയുടെ വാചകങ്ങൾ നാം ചേർന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്കായി മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന ഏവർക്കും കൂടെ എന്ന് പൗലൂസ് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പൗലൂസിന്റെ അവസാന ലേഖനമാണിത്, സായാഹ്ന ലേഖനമാണിത്. AD 67 നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ തന്റെ 2-ാമത്തെ കാരാഗൃഹവാസത്തിൽ പൗലൂസ് രചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലേഖനം. ഇനി തിമോഥെയോസിനെ കുറിച്ച് 5 വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. തിമോഥെയോസിനെ കുറിച്ച് 5 കാര്യങ്ങൾ. 1, തിമോഥെയോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആദരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തിമോഥെയോസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരേണ്ട ഒരു കാര്യം, ആ വാക്കിന്റെ അർത്ഥം ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആദരിക്കുക. ഇനി 2, തിമോഥെയോസിനെ കുറിച്ചുള്ള 2-ാമത്തെ അറിവ്, തിമോഥെയോസിന്റെ അപ്പൻ ഒരു യവനനാണ്, അമ്മ യഹൂദ സ്ത്രീയാണ്. അമ്മയെ പറ്റി വേദപുസ്തകത്തിൽ പേര് പരാമർശിക്കുന്നുണ്ട്. 2 തിമോഥെയോസ് 1:5. ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിലുമുണ്ട്, നിന്നിലും ഉണ്ടെന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പൗലൂസ് പറയുമ്പോൾ അമ്മയുടെ പേര് വളരെ വ്യക്തമാണ്, യുനീക്ക. ഇനി 3, തിമോഥെയോസിനെ കുറിച്ചുള്ള 3-ാമത്തെ അറിവ്, തിമോഥെയോസിനെ വേദപുസ്തകത്തിനകത്ത് ആരംഭത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്താണ്. അവിടെ തിമോഥെയോസിനെ കുറിച്ച് പൗലൂസ് എഴുതി ചേർക്കുന്നത്, ലുസ്രയിലും ഇക്കോനിയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു തിമോഥെയോസ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ലുസ്രയിലും ഇക്കോനിയിലുമുള്ള
സഹോദരന്മാരാൽ സാക്ഷ്യം കൊണ്ടവൻ എന്നല്ല, നല്ല സാക്ഷ്യം കൊണ്ടവൻ. എവിടെയും ചോദിച്ചാൽ, ലുസ്രയിലും ഇക്കോനിയിലുമുള്ള പരിസര സ്ഥലത്ത് ചോദിച്ചാൽ തിമോഥെയോസിനെ കുറിച്ച് എല്ലാവരും ഒരു നല്ല സാക്ഷ്യം പറയും. അപ്പോൾ നല്ല സാക്ഷ്യത്തിന് യോഗ്യനായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാണ് തിമോഥെയോസ്. ഇനി തിമോഥെയോസിനെ കുറിച്ചുള്ള നാലാമത്തെ അറിവ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസ പാരമ്പര്യമുള്ള കൂടാരത്തിനകത്ത് നിന്ന് യൗവന പ്രായത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ് തിമോഥെയോസ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, യൗവന പ്രായത്തിലെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു വിശ്വാസ പാരമ്പര്യമുള്ള കൂടാരത്തിനകത്ത് നിന്ന് ഇറങ്ങിത്തിരിച്ച മനുഷ്യനാണ് തിമോഥെയോസ്. തെളിവ് എന്ത് എന്ന് ചോദിച്ചാൽ 2 തിമോഥെയോസ് 1:5. ആ വിശ്വാസം നിന്റെ വലിയമ്മ ലൂവീസിലും അമ്മ യുനീക്കിലുമുണ്ട്, നിന്നിലും ഉണ്ടെന്ന് ഉറച്ചിരിക്കുന്നത് പൗലൂസ് പറയുമ്പോ, വല്യമ്മച്ച് വിശ്വാസിയാം, അമ്മ വിശ്വാസിയാം. ഇപ്പൊ മകൻ വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവിന്റെ വേലക്കാരനാണ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിശ്വാസ പാരമ്പര്യമുള്ള ഒരു കൂടാരത്തിനകത്ത് നിന്ന് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ. ഇനി 5ാമത്തെ തിമോഥെയോസിനെ കുറിച്ചുള്ള അറിവ്, തിമോഥെയോസ് പൗലൂസിന്റെ നിത്യപുത്രനാണ്. എന്ന് പറഞ്ഞാൽ പൗലൂസ് ക്രിസ്തുവിൽ ജനിപ്പിച്ച ആത്മീയ സന്തതിയാണ് തിമോഥെയോസ്. ഇനി 1 തിമോഥെയോസ് ലേഖനം, 2 തിമോഥെയോസ് ലേഖനം, തീത്തോസിന് പൗലൂസ് എഴുതി കൊടുക്കുന്ന ലേഖനം, ഈ 3 ലേഖനങ്ങളും നാം തിരിച്ചു പഠിക്കുന്നത് ഇടയലേഖനങ്ങൾ എന്ന പേരിലാണ്. ഇടയന്റെ ഉത്തരവാദിത്വം, ഇടയന്റെ കുടുംബജീവിതത്തിന്റെ ഭദ്രത, ഇടയന്റെ ശ്രേഷ്ഠമായ ജീവിത ശൈലികൾ, ഇടയന്റെ ആത്മീയമായ വിശേഷണങ്ങൾ വളരെ ശക്തമായി, വളരെ ആഴമായി ഇവിടെ പൗലൂസ് ഈ 3 ലേഖനങ്ങളിലൂടെ എഴുതി നൽകുകയാണ്. 1 തിമോഥെയോസ് ലേഖനത്തിൽ 6 അധ്യായമാണ്, 2 തിമോഥെയോസ് ലേഖനത്തിൽ 4 അധ്യായമാണ്, തീത്തോസിന് പൗലൂസ് എഴുതി കൊടുക്കുന്ന ലേഖനത്തിൽ 3 അധ്യായമാണ്. 6ഉം 4ഉം 10ഉം 3ഉം 13 അധ്യായത്തിനകത്ത് ഒരു ഇടയന്റെ ഉത്തരവാദിത്വം, ഇടയന്റെ കുടുംബജീവിതത്തിന്റെ ഭദ്രത, ഇടയന്റെ ശുശ്രൂഷയിലെ നടപടികൾ, ഇടയന്റെ ആത്മീയ നിലവാരങ്ങൾ വളരെ ശക്തമായി, വളരെ ആധികാരികമായി പൗലൂസ് എഴുതി നൽകുകയാണ്. ഇനി 2 തിമോഥെയോസ് ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അതിവേഗം ഞാൻ ക്ഷണിക്കുകയാണ്. 2 തിമോഥെയോസ് ലേഖനം. 2 തിമോഥെയോസ് ലേഖനത്തിൽ ഞാൻ പറഞ്ഞു 4 അധ്യായങ്ങളാണ്. 4 അധ്യായങ്ങളാണ്. 4 അധ്യായത്തിനകത്ത് 87 വാക്യങ്ങളുണ്ട്. 87 വാക്യങ്ങളുണ്ട്. 87 വാക്യങ്ങളിൽ ധാരാളം നിർദ്ദേശങ്ങൾ, ധാരാളം ഉപദേശങ്ങൾ, ധാരാളം പ്രബോധനങ്ങൾ തന്റെ നിത്യപുത്രന് പൗലൂസ് നൽകിക്കൊടുക്കുന്നുണ്ട്. ധാരാളം നിർദ്ദേശങ്ങൾ, ധാരാളം ഉപദേശങ്ങൾ, ധാരാളം പ്രബോധനങ്ങൾ നൽകിക്കൊടുക്കുന്നെങ്കിലും ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും മികവുറ്റ, ഏറ്റവും കിടയറ്റ അനുഗ്രഹിക്കപ്പെട്ട 4 പ്രബോധനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, 4 അധ്യായത്തിനകത്ത് 87 വാക്യങ്ങളിലൂടെ ധാരാളം ഉപദേശങ്ങൾ, ധാരാളം പ്രബോധനങ്ങൾ, ധാരാളം നിർദ്ദേശങ്ങൾ പൗലൂസ് തിമോഥെയോസിന് കൊടുക്കുന്നെങ്കിലും ഏറ്റവും ശക്തി ആർജിച്ച, ഏറ്റവും ആർജവത്വമുള്ള, ഏറ്റവും കരുത്തു നൽകുന്ന 4 പ്രബോധനങ്ങൾ ഓരോ അധ്യായത്തിനകത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇനി 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലൂസ് തിമോഥെയോസ് നൽകുന്ന പ്രബോധനം എന്താണ്? എല്ലാവരും വേദപുസ്തകം തുറന്ന് 1-ാമത്തെ പ്രബോധനം ശ്രദ്ധിക്കണം. 2 തിമോഥെയോസ് 1:6. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ 1-ാമത്തെ പൗലൂസ് തിമോഥെയോസ് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനം, എന്റെ കൈവെപ്പിനാൽ നിന്നിൽ ഒരു കൃപാവരം വീണിട്ടുണ്ട്, അതിനെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്, അതിനെ പ്രതിസന്ധിയുടെ വിമർശനത്തിന്റെ കുത്തൊഴുക്ക് വരുമ്പോൾ അതിനെ നീ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ
നീ ജ്വലിപ്പിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഈ സഭായോഗത്തിനകത്ത് റിജോയ്സ് മിനിസ്ട്രിയിൽ ഈ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ നോക്കി, സൂമിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഏറ്റവും ശക്തമായ സന്ദേശം ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന, ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരങ്ങളെ, ദൈവിക താലന്തുകളെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്കായി, ദൈവസഭയുടെ ഉയർച്ചകൾക്കായി നാം പ്രയോജനപ്പെടുത്തണം. ഞാൻ വിശദീകരിക്കാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു ധാരാളം ഉപമകൾ പറഞ്ഞ് ശിഷ്യന്മാരെ പല കാര്യങ്ങളും ലഘുവായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ യേശു പറയുന്ന ഏറ്റവും കരുത്തുള്ള ഒരു സംഭവം ഇങ്ങനെ മത്തായി എഴുതിയ സുവിശേഷം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. ഒരു യജമാനൻ തന്റെ ദാസന്മാരെ അടുക്കൽ വിളിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 ദാസന്മാരെ അടുക്കൽ വിളിച്ചു. 3 ദാസന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഒന്നാമത്തെ ദാസന്റെ കയ്യിലേക്ക് 5 താലന്ത് കൊടുത്തു. രണ്ടാമത്തെ ദാസന്റെ കയ്യിലേക്ക് 2 താലന്ത് കൊടുത്തു. 3-ാം ദാസനെ അടുക്കൽ വിളിച്ചിട്ട് 1 താലന്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം, യജമാനൻ എന്തോ മുഖപക്ഷം കാണിച്ചു. 5ഉം 5ഉമായി വീതിക്കാൻ മേലെ, 2ഉം 2ഉമായി വീതിക്കാൻ മേലെ, 1ഉം 1ഉമായി വീതിക്കാൻ മേലെ. എന്തിനാണ് 5, 2, 3, 5, 2, 1ആയിട്ട് വിഭാഗിച്ചത്? യജമാനൻ എന്തോ ഒരു മുഖപക്ഷം കാണിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ, വേദപുസ്തകത്തിനകത്ത് അതിനുത്തരം പരിശുദ്ധാത്മാവ് ആ വാക്യങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഓരോരുത്തന് അവന്റെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് യജമാനൻ ഏൽപ്പിച്ചത്. അപ്പോൾ ദൈവത്തിന് 2024 ഏപ്രിൽ മാസം ഈ തീയതിയിലും മുഖപക്ഷമില്ല. ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണ്. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. പരിശുദ്ധാത്മാവ് അളവ് കൂടാതെയാണ് നമ്മിലേക്ക് പകർന്നെങ്കിലും ദൈവം നമ്മിൽ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണ്. ഇപ്പോൾ 5 താലന്ത് കിട്ടിയൊരുവന്, 2 താലന്ത് കിട്ടിയൊരുവന്, 1 താലന്ത് കിട്ടി ഒരുവന്. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, യജമാനൻ ഇവർക്ക് ഈ താലന്ത് കൊടുത്തിട്ട് ദൂരദേശത്തേക്ക് പോയി. ചില മണിക്കൂറുകൾ കഴിഞ്ഞു, ചില ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. യജമാനൻ കണക്ക് തീർക്കാൻ വേണ്ടി മടങ്ങി വരികയാണ്. കണക്ക് തീർക്കാൻ വേണ്ടി മടങ്ങി വരുന്ന സമയത്ത് 5 താലന്ത് കിട്ടിയവൻ വളരെ സന്തോഷത്തോടെ യജമാന്റെ അടുക്കിലേക്ക് ഇന്ന് വളരെ സന്തോഷമുഖത്തോടുകൂടെ യജമാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 5 താലന്ത് ഏൽപ്പിച്ചേ, ഞാനിത് 5ഉം കൂടെ നേടി. പെട്ടെന്ന് യജമാനൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം: നല്ലവനും വിശ്വസ്തനും ആയ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നീ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക. രണ്ടാമത്തെ ദാസൻ അടുക്കൽ ചെന്ന് യജമാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് ഏൽപ്പിച്ചത് 2 താലന്താണ്, അത് 2ഉം ഞാൻ വ്യാപാരം ചെയ്ത് 2ഉം കൂടെ നേടിയിരിക്കുന്നു. പെട്ടെന്ന് സന്തോഷത്തിൽ നിറഞ്ഞ് യജമാനൻ ആ ദാസന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നീ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക. ഇനി 3, ഒന്നാമത്തെ ദാസൻ കിട്ടിയവൻ, 1 താലന്ത് കിട്ടിയവൻ, 3-ാമത്തെ ദാസൻ ഓടി വന്ന് യജമാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തടുത്ത് കൊയ്യുകയും വിതറാത്തടുത്ത് ചേർക്കുകയും ചെയ്ത കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞിട്ട് എന്റെ 1 താലന്ത് ഞാൻ വ്യാപാരം ചെയ്യാതെ കുഴിച്ചിട്ടു. പെട്ടെന്ന് യജമാനൻ അവനെ നോക്കി വിളിക്കുന്ന പേരെന്താ? നല്ല ദാസനെ എന്നാണോ? അല്ല, ദുഷ്ടദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസനെ, നീ നീ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് അവനെ അഭിസംബോധന ചെയ്തിട്ട് പറയുന്ന വാക്ക്, നീ വിതയ്ക്കാത്തെടുത്തുകയും വിതറാത്തെടുത്ത് ചേർക്കുകയും ചെയ്ത കഠിന മനുഷ്യൻ എന്ന് എന്നെ ഗ്രഹിച്ചിട്ടും നീ നിന്റെ താലന്ത് മണ്ണിൽ കുഴിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് ആ പൊൻവാണിഭക്കാർക്ക് കൊടുത്തെങ്കിൽ അതിനകത്ത് ലാഭമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഈ യജമാനൻ ഈ ദാസനെ
കരച്ചിലും പല്ലുകടിയും ഉള്ള സ്ഥലത്തേക്ക് തള്ളിക്കളഞ്ഞിട്ട് അവന്റെ ഒരു താലന്റ് എടുത്ത് 10 താലന്റുകളിലേക്ക് കൈമാറുകയാണ്. ഇന്ന് പകൽ ശ്രദ്ധിച്ചോണം പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മിൽ ഏൽപ്പിച്ച താലന്തുകൾ, ദൈവം നമ്മിൽ ഏൽപ്പിച്ച ആ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ മണ്ണിട്ട് കുഴിച്ചു മൂടാതെ, നാം പ്രയോജനരഹിതമാക്കാതെ, ഈ ദിവസം ദൈവം നമ്മിൽ ഏൽപ്പിച്ചത് അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സഭ പ്രയോജനപ്പെടുത്തണം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? 2024 ദൈവം ഏൽപ്പിച്ച താലന്തുകൾ മൂടി വെക്കേണ്ട സമയമല്ലത്. കണക്ക് തീർക്കാൻ യജമാനൻ വരാറായി. കണക്ക് തീർക്കാൻ യജമാനൻ വരാറായി. യജമാനൻ വരുന്ന സമയത്ത് നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കണം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറ. റിജോയ്സ് മിനിസ്ട്രീസിൽ ഇന്ന് ഈ രാത്രിയിൽ ഈ പകൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിറവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, 2024 ദൈവം ഏൽപ്പിച്ച പ്രാർത്ഥന, ദൈവം ഏൽപ്പിച്ച ആ വചനത്തിന്റെ ശുശ്രൂഷകൾ, ദൈവം ഏൽപ്പിച്ച പ്രവചനത്തിന്റെ ശബ്ദങ്ങൾ, ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ, ദൈവം ഏൽപ്പിച്ചത് പാടാനാണോ, അത് പ്രസംഗിക്കാനാണോ, ദൈവത്തിന്റെ വചനം വായിച്ച് ചിലർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണോ, അത് നാം നന്നായി പ്രയോജനപ്പെടുത്തണം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമീൻ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇനി സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഇല്ല. സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഇനി മുൻപോട്ട് ഒരു സമയങ്ങളുമില്ല. നമ്മുടെ നാഥൻ വരാറായി. നമ്മുടെ നാഥൻ വരാറായി. അവൻ കണക്ക് തീർക്കുന്ന ദിവസം നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കണം. ഇനി ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. സ്തോത്രം. വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചാൽ പഴയ നിയമത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളുണ്ട്. 2 ചരിത്ര പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങൾ. എസ്ര, നെഹമ്യാവ് എന്ന ചരിത്ര പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും കേൾക്കണം. 3 കഥാപാത്രങ്ങളുടെ പേര് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ പേരുകൾ തെളിഞ്ഞു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1 സെരുബാബേലാണ്, 2 നെഹമ്യാവാണ്, 3 എസ്രയാണ്. ഞാൻ ക്രമത്തിൽ പറയാം: സെരുബാബേൽ, എസ്ര, നെഹമ്യാവ്. ഇനി എല്ലാവരും കേൾക്കണം എന്നെ. ഈ 3 പേരെയും വിളിച്ചതാരാണ്? ഈ 3 പേരെയും വിളിച്ചതാരാണ്? അർത്ഥശിഷ്ടകല്ല, അഹശ്വരോഷല്ല, ദാരിയാവേശല്ല. 3 പേരെയും വിളിച്ചത് ദൈവമാണ്. 3 പേരെയും ദൈവമാണ് വിളിച്ചത്. പക്ഷേ 3 പേരെയും ദൈവം വിളിച്ചപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ വ്യത്യസ്തമാണ്. ഇനി ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. സെരുബാബേലിനെ ദൈവം വിളിച്ചപ്പോൾ ഏൽപ്പിച്ച ശുശ്രൂഷ, നെബൂഖദ്നേസർ രാജാവ് അടിസ്ഥാനം വരെ ഇളക്കിക്കളഞ്ഞ ആലയം പണിയണം. ഇനി എസ്രയെ ദൈവം വിളിച്ചപ്പോൾ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തെന്നറിയോ? ആലയത്തിനകത്ത് ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ച് ആലയത്തെ വചനം കൊണ്ട് അലങ്കരിക്കണം. ഇനി 3, നെഹമ്യാവിനെ ദൈവം വിളിച്ചത് ആലയം പണിയാനല്ല, ആലയത്തിൽ വചനം കൊണ്ട് അലങ്കരിക്കാനല്ല, ആലയത്തിന്റെ ചുറ്റും അതിൽ പണിയണം. അപ്പോ ഈ 3 പേരെ വിളിച്ചതാരാ? ദൈവമാണ്. പക്ഷെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വ്യത്യസ്തതയുണ്ട്. കേട്ടോ, നിങ്ങളെ വിളിച്ച ദൈവമാണ്, നിങ്ങളെ വിളിച്ച ദൈവമാണ്. പക്ഷെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വ്യത്യസ്തതയുണ്ട്. എന്നെ വിളിച്ച ദൈവമാണ്. ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാക്കളെ, നിങ്ങളെ വിളിച്ച ദൈവമാണ്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, നിങ്ങളെ വിളിച്ച ദൈവമാണ്, കേവലം മനുഷ്യരല്ല. ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടൊരു വ്യത്യസ്ത ശുശ്രൂഷയുണ്ട്. അതാണ് പല വേദിയിലും എന്നെ ധൈര്യപ്പെടുത്തുന്നത്. ശ്രേഷ്ഠന്മാരിരിക്കുന്ന, എന്നേക്കാൾ കർത്താവിൽ അനുഗ്രഹീതരായ പ്രസിദ്ധരായ ദൈവദാസന്മാർ ഒക്കെ ഇരിക്കുന്ന വേദിയിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന ധൈര്യം എന്തെന്നറിയോ? അവരിൽ പകരാത്തതൊന്ന് എന്നിൽ ദൈവം പകർന്നിട്ടുണ്ട്. അവരിൽ ഏൽപ്പിക്കാത്തതൊന്ന് ദൈവം എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. പത്രോസിനെ പോലെയല്ല പൗലൂസ്, പൗലൂസിനെ പോലെയല്ല യോഹന്നാൻ. ഇവരെ 3 പേരെയും വിളിച്ചത് ദൈവമാണെങ്കിലും ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വ്യത്യസ്തതയുണ്ട്. ഇന്ന് ഈ പകലും പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ചിലരോട് പ്രവചിക്കാൻ പറയുന്നു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ മൂടി വെക്കരുത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ പ്രയോജനരഹിതമാക്കരുത്. റിജോയ്സ് മിനിസ്ട്രീസ് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം ഏൽപ്പിച്ചതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവം ഏൽപ്പിച്ചതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. കൃപാവരങ്ങൾ ദൈവസഭയ്ക്കകത്ത്
നിറഞ്ഞു നിൽക്കട്ടെ. ജ്ഞാനത്തിന്റെ വചനം, പ്രവചന വരം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ള വരം ഒക്കെ ദൈവസഭയ്ക്കകത്ത് പ്രിയപ്പെട്ടവരുടെ മേൽ ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ. ഈ ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ നാം ജ്വലിപ്പിക്കണം. സഭയാമയും പറയണം, ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ നാം ജ്വലിപ്പിക്കണം. ഇനി രണ്ടാമത്തെ പ്രബോധനം അതിനേക്കാൾ ശക്തിയുള്ള പ്രബോധനമാണ്. അതിനേക്കാൾ ശക്തിയുള്ള പ്രബോധനം എന്തെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായം 1-ാം വാക്യമാണ്. രണ്ടാമത്തെ പ്രബോധനം 1-ാം വാക്യമാണ്, എന്റെ മകനെ ക്രിസ്തുവേശുവുള്ള കൃപയാൽ ശക്തിപ്പെടുക. എന്റെ മകനെ ക്രിസ്തുവേശുവുള്ള കൃപയാൽ ശക്തി സോറി രണ്ടാമത്തെ പ്രബോധനം എന്റെ മകനെ ക്രിസ്തുവേശുവുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നാണ്. ശക്തിപ്പെടുക. ഇനി എല്ലാവരും ശ്രദ്ധിക്കണമെന്നേ, പൗലൂസ് തിമോഥെയോസ് നൽകി കൊടുക്കുന്ന രണ്ടാമത്തെ പ്രബോധനം, നീ ശക്തിപ്പെടണം തിമോഥെയോസേ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, പൗലൂസ് ഈ ലേഖനം എഴുതുന്നത് കാരാഗൃഹത്തിൽ വെച്ചാണ്. കാരാഗൃഹത്തിൽ വെച്ച് പൗലൂസ് ഈ ലേഖനം എഴുതുമ്പോൾ നീറോ ചക്രവർത്തി തന്നെ കൊല്ലുവാനുള്ള വാള് മൂർച്ച കൂട്ടുന്ന ശബ്ദം പൗലൂസിന്റെ ചെവിയിൽ എത്തുന്നുണ്ട്. അധികം താമസിയാതെ പൗലൂസിന് മനസ്സിലായി, എന്റെ തലയും എന്റെ ശരീരവും തമ്മിൽ വേർപിരി. പക്ഷേ എന്റെ മകനോട് എനിക്കൊരു പ്രബോധനമുണ്ട്. എന്റെ മകനെ, നീ ക്രിസ്തുവേശുവിലെ കൃപയാൽ ശക്തിപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ യോഗം വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇങ്ങനെ സഭായോഗം നാം കൂടി വരുന്നതിന്റെ ഉദ്ദേശം എന്താ? എല്ലാവരെയും കണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഏതൊക്കെ മേഖലയിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള വിശേഷങ്ങൾ അന്വേഷിക്കാനല്ല. മറിച്ച് ഈ യോഗമൊക്കെ വെച്ചിരിക്കുന്ന ഏറ്റവും കാതലായ ഉദ്ദേശം നാം ശക്തിപ്പെടുക എന്നുള്ളതാണ്. എവിടെയോ നമുക്ക് ശക്തി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പുറത്തെ ഫിറ്റ്നസ് അല്ല പറയുന്നേ, പുറത്തെ ആരോഗ്യത്തെ കുറിച്ചല്ല പറയുന്നേ. നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. എവിടെയോ നമ്മുടെ ആത്മീയതയെ, നമ്മുടെ മുൻപോട്ടുള്ള ഗമനാഗമനങ്ങളെ, നമ്മുടെ മുൻപോട്ടുള്ള ആത്മീയ ജീവിതത്തെ തടുക്കാൻ പിശാച് എവിടെയോ പദ്ധതി രൂപപ്പെടുത്തുന്നുണ്ട്. എവിടെയോ ആ ഓട്ടത്തെ സ്ഥിരതയോടെ ഓടിക്കാതിരിക്കാൻ കാര്യങ്ങൾ അവൻ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ആ മേഖലയ്ക്കകത്ത് ശത്രുവിനെ തുരത്തി ഓടിക്കാൻ, വെല്ലുവിളികളെ ശാസിക്കാൻ, ഇരുട്ടിന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ, പാപത്തിന്റെ രസങ്ങളെ ജയിക്കാൻ നമുക്കൊരു ശക്തി ആവശ്യമാണ്. മനസ്സിലാകുന്നു ഞാൻ പറയുന്നേ? ഒരു ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് തിമോഥെയോസിന് പൗലൂസ് പറയുന്നത്, എന്റെ മകനെ ക്രിസ്തുവേശുവിനുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. 2 ശമൂവേലിന്റെ പുസ്തകം നിങ്ങൾ ഈ യോഗത്തിന് ശേഷം വായിച്ചോണം. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത്, ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ശൗലിന്റെ ഗൃഹത്തിന്റെ ബലം ക്ഷയിച്ചും ദാവീദിന്റെ ഗൃഹത്തിന്റെ ബലം കൂടിയും വന്നു. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, അഭിഷേകമുള്ളവന്റെ ബലം പ്രതിസന്ധിക്കകത്ത് കുറയുകയല്ല, യുദ്ധത്തിനകത്ത് കുറയുകയല്ല, പ്രതിസന്ധിക്കകത്ത് അവന്റെ ബലം കൂടുകയാണ്. ആത്മീയ യുദ്ധത്തിനകത്ത് അവന്റെ ബലം കൂടുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഏതൊക്കെ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വല്ലാതെ വീട്ടുമെന്ന് ശക്തിയോടെ വാദിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ആത്മ പറയുന്നു, ആ മേഖലയെ തടുക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് ദൈവം ഇന്ന് പകൽ അയക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാം. ഇനി 2-3 കാര്യങ്ങൾ ദൈവശക്തിയെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഈ ദൈവശക്തിയെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തോത്രം, ഈ 3 മേഖലയിലാണ് ദൈവശക്തിയുടെ വ്യാപാരം നമ്മിലേക്ക് ചലിക്കപ്പെടുന്നത്. 1 ആത്മസ്നാനമാണ്, 2 ആത്മനിറവാണ്, 3 ആത്മ അഭിഷേകമാണ്. കേട്ടോ നിങ്ങൾ? ആത്മസ്നാനം, ആത്മനിറവ്, ആത്മ അഭിഷേകം. ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരിക്കലായി ഉണ്ടാകുന്നതാണ്. ഞാൻ ആത്മസ്നാനം പ്രാപിച്ച ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല. 2001 ജൂൺ മാസം 5-ാം തീയതി ആണ് ഞാൻ ആത്മസ്നാനം പ്രാപിച്ചത്.
ആത്മസ്നാനം ഞാൻ പ്രാപിച്ച ദിവസം ഞാൻ ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ സ്തുതിച്ച ആ സമയം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പരിസരം എത്ര 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 പേർ നോക്കി നിന്നാലും ഒരു ലക്ഷ്യം കൂടാതെ ദൈവത്തെ ആരാധിച്ച ആ ദിവസം. ഇനി നിങ്ങൾ കേട്ടണം, ആത്മസ്നാനത്തിലേക്ക് ഒരു വ്യക്തി ഇറങ്ങുമ്പോൾ അവൻ കാണുന്ന പ്രത്യക്ഷമായ തെളിവാണ് അന്യഭാഷാ ഭാഷണം. നിങ്ങൾക്കറിയാം, ഒരു വ്യക്തി ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടിട്ട് തിരികെ കയറി വരുമ്പോൾ തന്റെ ശരീരത്തിനകത്ത് ഇതാ ജലം കാണുന്നത് പോലെ, വെള്ളം കാണുന്നത് പോലെ, ആ വെള്ളം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം ആ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു അല്ലെങ്കിൽ കുളിച്ചു. അതുപോലെ തന്നെ ആത്മസ്നാനത്തിൽ വീഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ തെളിവാണ് അന്യഭാഷാ ഭാഷണം. ഇനി കേട്ടോണം, ആത്മസ്നാനം എന്നത് ഒരിക്കലായി ഉണ്ടാകുന്നതാണ്. ഇനി രണ്ട്, ആത്മനിറവുണ്ട്. ആത്മനിറവ് എന്ന് പറഞ്ഞാൽ അത് നിരന്തരമാണ്, അല്ലെ? കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ദൈവത്തെ ആരാധിച്ചു, കഴിഞ്ഞ തിങ്കളാഴ്ച ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച റെസ്റ്റ് ഉണ്ടോ നമുക്ക്? കഴിഞ്ഞ രാത്രിയിൽ നന്നായിട്ട് കൈയടിച്ചു പാസേ, നന്നായിട്ട് ശബ്ദം ഒരുത്തി ദൈവത്തെ സ്തുതിച്ചു പാസേ, നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി, ഇന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്നലെ രാത്രി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇന്ന് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അവൻ ആത്മനിറവിലാണ്. എന്ന് പറഞ്ഞാൽ പ്രതികൂലത്തിന്റെ മുഖം ഓരോ ദിവസവും തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ വന്ന പ്രതികൂലമല്ല ഇന്ന് വരുന്ന പ്രതികൂലമല്ല നാളെ. മനസ്സിലാകുന്നോ? ഈ പ്രതികൂലങ്ങളെ ജയിക്കണമെങ്കിൽ സ്തോത്രം, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, നാം ആത്മാവിൽ നിറയണം. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചില പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കെൽപ്പില്ലായിരിക്കാം, നിങ്ങൾക്ക് ശേഷിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അതിനെ ചാടിക്കടക്കാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടിക്കടക്കും. സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. ശരൂബാബിന് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന് പറഞ്ഞ് ഞാൻ ആണിക്കല്ല് കയറ്റും. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഇന്ന് ഈ പകലും ദൈവജനത്തിന്റെ അടിസ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവോടെ റിജോയ്സ് മിനിസ്ട്രിയോട് ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഏതൊക്കെ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ, അതിനെ മുഴുവൻ കീഴ്പ്പെടുത്തുന്ന, അതിനെ മുഴുവൻ ചാടിക്കിടക്കുന്ന, അതിനെ മുഴുവൻ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടാൻ പോകുകയാ. ഒരു ഭക്തൻ ഏത് സമയത്തും ആത്മാവിൽ നിറഞ്ഞു മുൻപോട്ട് പോകുന്നവനാണ്. ഇനി മൂന്ന്, ആത്മനിറവുണ്ട്, ആത്മസ്നാനമുണ്ട്. അടുത്തത് ആത്മഅഭിഷേകമുണ്ട്. ആത്മഅഭിഷേകം ശുശ്രൂഷയ്ക്കായുള്ള വേർതിരിവാണ്. കേട്ടോ, ശുശ്രൂഷയ്ക്കായുള്ള വേർതിരിവാണ്. ഇത് മൂന്ന് സംഭവിച്ചൊരു വ്യക്തിയാണ് സ്തോത്രം. നമ്മുടെ വേദപുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ശൗലമേൽ അനന്യാസ് വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്ന എന്താ? ശൗലേ സഹോദര, പരിശുദ്ധാത്മപൂർണനാകുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ കണ്ണിൽ നിന്ന് ചെതുമ്പൽ എന്ന വണ്ണം എന്തോ ഒന്ന് അടിഞ്ഞു വീണു, താൻ ബലം പ്രാപിച്ചു. തന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വന്നു. പിന്നീട് വേദപുസ്തകം വായിക്കുന്ന 9-ാം അധ്യായം തന്നെ, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചെന്ന. ശൗലോ മേൽക്കുമേൽ. അപ്പൊ ഒരിക്കൽ ആത്മസ്നാനം ഉണ്ടായി, അതിൽ തൃപ്തി അടയാണോ? അല്ല, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇനി അടുത്തത് എന്താണെന്നറിയോ? 13-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി, അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശൗലിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ വേർതിരിച്ചു. അത് ആത്മഅഭിഷേകമാണ്. ഇത് മൂന്നും ഈ പ്രസംഗത്തിനകത്ത്, ഈ ആരാധനയുടെ നടുവിൽ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കണം. ആത്മസ്നാനത്തിലേക്ക് വരാത്തവർ ആത്മസ്നാനത്തിലേക്ക് വരണം. ആത്മഅഭിഷേകത്തിലേക്ക് വരാത്തവർ ആത്മഅഭിഷേകത്തിലേക്ക് വരണം. ആത്മനിറവിലേക്ക് വരാത്തവർ, കമോൺ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരമൊന്നടിച്ച് ആ വചനത്തെ ഒന്ന് പ്രതികരിക്കുക. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഉടയമന ഹംദല ഘടക സൈതൽ കരാതി. വെറുതെ ഒരു വിശ്വാസിയായിട്ട് ജീവിതം മുൻപോട്ട് കഴിക്കാനല്ല, ആത്മസ്നാനത്തിലേക്കും ആത്മനിറവിലേക്കും ആത്മഅഭിഷേകത്തിലേക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ കൈ പിടിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൈ പിടിക്കട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറ, ഈ വെള്ളിയാഴ്ച പകൽ ഞാൻ ഇവിടെ എഴുന്നേൽക്കും മുമ്പേ ഒരു ആത്മസ്നാനത്തിലേക്ക്, അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മസ്നാനത്തിലേക്ക്, പിന്നീട് ആത്മനിറവിലേക്ക്, പിന്നീട് ശുശ്രൂഷയ്ക്കായുള്ള ആ അഭിഷേകത്തിലേക്ക്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി ദൈവം ചിലരെ ഇന്ന് പകൽ വേർതിരിക്കട്ടെ. സന്തോഷമുണ്ടെങ്കിൽ കരം ഉയർത്തിയൊരാമേൻ പറയാം. രണ്ടാമത്തെ പ്രബോധനം, ശക്തിപ്പെടണം.
ഈ പ്രബോധനം തിമത്യോസിന് നൽകിക്കൊടുത്തു എന്ന് പറഞ്ഞ് മാത്രം നിർത്തുകയല്ല, നമ്മോടുള്ള പ്രബോധനവുമാണ്. ശക്തിപ്പെടണം. ആ പ്രതിസന്ധി കലശലാകുന്നു, ആ പ്രതികൂലം വല്ലാതെയാകുന്നു, ആ വെല്ലുവിളി വല്ലാതാകുന്നു, നിന്റെ ജോലി സ്ഥലത്തുള്ള ആ വെല്ലുവിളി ശക്തമാകുന്നു, നിന്നോടുള്ള എതിർപ്പുകൾ ശക്തമാകുന്നു. അതിന് നടുവിൽ നീ പിറുപിറുക്കാനല്ല, മറ്റുള്ളവരെ കുറ്റം പറയാനല്ല, അവരും ഇവരും കാരണമെന്ന് പറയാനല്ല, മറിച്ച് അതിനകത്ത് ശക്തിത്തില് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വേഗം വിട്ടു മടങ്ങി വിടുകയെ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നതുപോലെ ആത്മനിറവിലേക്ക് സഭ ഇന്ന് പകൽ കയറട്ടെ. വിശ്വസിക്കുന്നെങ്കിൽ കാര്യം ഉയർത്തിയിടാമേൽ പറയാം. ഈ മൂന്നാമത്തെ പ്രബോധനം അതിനേക്കാൾ ശക്തമാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും വേദപുസ്തകം എടുത്തത് ശ്രദ്ധിക്കണം. 3-ാം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജീന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കാം. അങ്ങനെയുള്ള അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക. അങ്ങനെയുള്ളവരെ, അപ്പൊ അതിനേക്കാൾ നാം രണ്ടാമത് ചിന്തിച്ചതിനേക്കാളുള്ള അടുത്ത പ്രബോധനം അതിനൊക്കെ ശക്തിയുള്ള പ്രബോധനമാണ്. എന്താ അടുത്ത ശക്തമായ പ്രബോധനം? ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് അതിലൊരു വിശദീകരണം നൽകാം. തിമത്യോസേ, നീ ചിലതിനോട് ചെറുത്തു നിൽക്കണം. ചെറുത്തു നിൽക്കണം. എന്നിട്ട് പൗലോസ് പറയാ, ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലമാണ്. ഇത് പൗലോസ് എഴുതുമ്പോൾ ചില വർഷങ്ങളുടെ പുറകിലാണ് എഴുതുന്നത്, അല്ലെ? വർഷങ്ങളുടെ പുറകിൽ പൗലോസ് ഇത് AD 67 എഴുതുമ്പോൾ ഇന്ന് ദൈവമക്കൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കണം, ഇത് അന്ത്യകാലമല്ല, അന്ത്യകാലത്തിന്റെ അവസാന സെക്കൻഡാ. കേൾക്കുന്നുണ്ടോ? അന്ത്യകാലത്തിന്റെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമൊക്കെ നമ്മുടെ കാതിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. വല്ലാത്ത പരിഭ്രമത്തോടു കൂടെയാണ് ദേശം മുഴുവൻ മുൻപോട്ട് പോകുന്നത്. ഈ വാക്കിൽ ഇന്ന് ഈ പകൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യകാലത്തിന്റെ അവസാന സെക്കൻഡാണ്. എന്നിട്ട് പൗലോസ് പറയുന്നു, ഒരു 17 കൂട്ടം കാര്യങ്ങൾ അന്ത്യകാലത്തിന്റെ ലക്ഷണം. 17 കൂട്ടം കാര്യങ്ങൾ. മനുഷ്യ സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, അമ്മയപ്പന്മാർ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഒടുവിൽ പറയുന്ന വാക്ക് എന്താണ്? ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവര് വിട്ടുപിടിയണം. അങ്ങനെയുള്ളവരോട് താതാത്മ്യപ്പെടണമെന്നല്ല, അനുരഞ്ജനപ്പെടണമെന്നല്ല, കോംപ്രമൈസ് ചെയ്യണമെന്നല്ല. അങ്ങനെയുള്ളവരെ തിമത്യോസേ നീ വിട്ട് ഒഴിയണം. കേട്ടോ സന്ദേശം? ഇത് അന്ത്യകാലമാണ് പ്രിയപ്പെട്ടവരെ. ഭക്തിയുള്ള വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കിളുത്തുന്നവർ ഉണ്ടാകാം. അല്ലെങ്കിൽ ദൈവസഭ അതിനോട് താതാത്മ്യപ്പെടുകയല്ല, അനുരഞ്ജനപ്പെടുകയല്ല, കോംപ്രമൈസ് ചെയ്യുകയല്ല, മറിച്ച് അതിനോട് ചെറുത്തു നിൽക്കണം. ചെറുത്തു നിൽക്കണം. അതിലൊരു ഉത്തമ ഉദാഹരണം പറഞ്ഞാൽ ദൈവദാസന്മാർ ആവർത്തിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ വ്യക്തമാണ്. സമുദ്രത്തിൽ കിടക്കുന്ന മീൻ അല്ലെങ്കിൽ മത്സ്യം, അതിനെ പിടിച്ച് കരയിലേക്ക് ഇട്ടാൽ, ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രത്തിൽ കിടക്കുന്ന മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് ഇട്ടാൽ അതിനെ ടേസ്റ്റ് ചെയ്താൽ ഒരു ലെവലേശു ഉപ്പ് കയറാത്തതുപോലെ നാം ഈ ലോകത്തിലാ താമസിക്കുന്നെങ്കിലും ലോകം നമ്മുടെ അകത്ത് കയറരുത്. കേട്ടോ? നാം ഈ ലോകത്തിലാ താമസിക്കുന്നത്. നാം ദോഹയിലാണ്, നാം ഖത്തറിലാണ്, അല്ല നാം കേരളത്തിലാണ്. പക്ഷേ ഈ കേരളത്തിലെ, ഈ ലോകത്തിലെ ഒരു സ്തോത്രം മോഹങ്ങളും ഒരു സ്തോത്രം ആഡംബരങ്ങളും മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ഒന്നും നമ്മുടെ അകത്ത് പ്രവേശിക്കുന്നത്. നാം ദൈവമക്കളാണ് എന്നൊരു തിരിച്ചറിവോടുകൂടെ വേണം നാം ഈ യാത്ര ജയകരമായി ചെയ്തെടുക്കാൻ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൗലോസ് തിമത്യോസ് പറയുക, തിമത്യോസേ നീ ചിലതിനോട് ചെറുത്തു നിൽക്കണം. ഹല്ലേലൂയ. വിട്ടോടുന്നതിനെ വിട്ടോടണം. എതിർത്ത് നിൽക്കേണ്ടതിനെ എതിർത്ത് നിൽക്കണം. നോ എന്ന് പറയുന്നതിനോട് നോ പറയണം. യെസ് എന്ന് പറയേണ്ടതിനോട് യെസ് പറയണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വർജിക്കേണ്ടതിനെ വർജിച്ചിരിക്കണം. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്, നാം ദൈവത്തിന്റെ
ദാസന്മാരാണ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വ്യക്തമാക്കി ആ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ ദൈവനാമത്തിൽ ഒന്ന് ആഗ്രഹിക്കുക. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രസംഗത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്കറിയാമല്ലോ, ഉത്തമഗീത പുസ്തകം, പാട്ടുകളുടെ പാട്ട് എന്നറിയപ്പെട്ട ഉത്തമഗീത പുസ്തകം എഴുതിയത് ശലോമോനാണ്. ശലോമോൻ ഉത്തമഗീത പുസ്തകം എഴുതുമ്പോൾ, അതിന്റെ ആ പാട്ട് എഴുതുമ്പോൾ അതിനകത്തെ ഇതിവൃത്തം, അതിനകത്തെ കേന്ദ്ര വിഷയം ഞാൻ ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വായിച്ചു മനസ്സിലാക്കിയത്. ശലോമോൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മൂന്നാമത്തെ രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ മുന്തിരിത്തോട്ടത്തിന്റെ വാതിൽക്കൂടെ പോകുമ്പോൾ, മുന്തിരിത്തോട്ടത്തിന്റെ വാതിൽക്കൽ ഇതാ ഒരു ശൂലേംകാരത്തി, ഒരു പെൺകുട്ടി നിൽക്കുകയാ, ശൂലേംകാരത്തി നിൽക്കുകയാ. പെട്ടെന്ന് ശലോമോന് ആ പെൺകുട്ടിയോട് സ്നേഹം തോന്നുകയും ആ പെൺകുട്ടിയെ കൊട്ടാരത്തിനകത്ത് വിളിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ്. കൊട്ടാരത്തിനകത്ത് ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന് ആ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ശലോമോന്, ഞാൻ പറഞ്ഞല്ലോ, ആ സഹോദരിയോട് അല്ലെങ്കിൽ ആ ആ കന്യകയോട് ഇഷ്ടം തോന്നി. തന്റെ ഹൃദയം വല്ലാതെ ആ കന്യകയോട് ഇഷ്ടം തോന്നിയെ തുടർന്ന് ആ കന്യകയുടെ ഹൃദയം, ആ ശൂലേമിയുടെ ഹൃദയം തന്നിലേക്ക് വശീകരിക്കാൻ ധാരാളം കാര്യങ്ങൾ ശലോമോൻ അവളെ പറഞ്ഞു കൽപ്പിച്ചു. തന്റെ രാജ്യത്വം, തന്റെ ഭരണ സംവിധാനം, തന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ, തന്റെ ബുദ്ധി, ജ്ഞാനത്തിന്റെ വൈഭവം ഒക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് ഇതാ ശൂലേമിയുടെ മുഖം തെളിയുന്നില്ല. മുഖം തെളിയാത്തത് ഹൃദയം തെളിയാത്തത് കൊണ്ടാണ്. ഹൃദയം തെളിയാത്തത് കൊണ്ടാണ് മുഖം തെളിയാതിരിക്കുന്നത്. ശലോമോൻ ഇതൊക്കെ പറയുന്നെങ്കിലും ഹൃദയം ശൂലേമിയുടെ തെളിയുന്നില്ല. ശൂലേമിയുടെ ഹൃദയം തെളിയാതെ വന്നപ്പോൾ ശലോമോൻ യെരൂശലേം പുത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ, എനിക്ക് അവളോട് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇഷ്ടത്തെ പ്രകടമാക്കുമ്പോൾ അവൾക്ക് അതിന് താല്പര്യമില്ല. നിങ്ങൾ എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ ഈ ശൂലേമിയോട് പറ എന്ന് പറഞ്ഞ് യെരൂശലേം പുത്രിമാരെ ആക്കി വെക്കുമ്പോൾ യെരൂശലേം പുത്രിമാർ അവളുടെ ചുറ്റും നിന്ന്, ശൂലേമിയുടെ ചുറ്റും നിന്ന് ശലോമോന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച്, വിശേഷതകളെക്കുറിച്ച് ഒക്കെ വിശദീകരിക്കുകയാണ്. രമ്യ കൊട്ടാരങ്ങൾ പണിത, നയന മനോഹര കൊട്ടാരങ്ങൾ പണിത, അങ്ങ് ലെബാനോനിൽ നിന്ന് കൊണ്ടുവന്ന ഇഷ്ടത്വം ദേവദാരു കൊണ്ട് പല്ലക്ക് തീർത്ത, 1000ഓളം ഗീതങ്ങൾ എഴുതിയ, 3000ഓളം പഴഞ്ചൊല്ലുകൾ എഴുതിയ അങ്ങ് വനത്തിൽ വളരുന്ന, അങ്ങ് കാട്ടിൽ വളരുന്ന ദേവദാരുവിനെ പറ്റി, പിന്നീട് ചുവരിൽ മുളയ്ക്കുന്ന ഈസോപ്പിനെ പറ്റിയുള്ള ജ്ഞാനം തനിക്കുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ശൂലേമിയുടെ മുഖത്തേക്ക് നോക്കി യെരൂശലേം പുത്രിമാർ വിളിച്ചു പറയുന്ന സമയത്ത് ശൂലേമിയുടെ ഹൃദയം തെളിഞ്ഞില്ല. ഹൃദയം തെളിയാത്തത് കൊണ്ട് മുഖവും തെളിഞ്ഞില്ല. ഹൃദയം തെളിയാതെ, മുഖം തെളിയാതെ നിൽക്കുന്ന ശൂലേമിയുടെ മുഖത്തേക്ക് നോക്കി യെരൂശലേം പുത്രിമാർ ചോദിച്ചു, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും നിന്റെ മുഖം എന്താ തെളിയാത്തത്? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, യെരൂശലേം പുത്രിമാർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റു പ്രിയന്മാരെക്കാൾ നിന്റെ പ്രിയൻ എന്താ വിശേഷതയുള്ളത്? കേട്ടോ, മറ്റു പ്രിയന്മാരെക്കാൾ നിന്റെ പ്രിയന് എന്താ വിശേഷതയുള്ളത്? പെട്ടെന്ന് അവൾ വാ തുറക്കാൻ തുടങ്ങി, അവളുടെ മുഖം തെളിയാൻ തുടങ്ങി. ഹൃദയം തെളിഞ്ഞത് കൊണ്ടാണ് മുഖം തെളിഞ്ഞത്. അവൾ വാ തുറന്നു പറഞ്ഞു, എന്റെ പ്രിയനോ വെണ്ണയും ചുവപ്പുമുള്ളവൻ, എന്റെ പ്രിയനോ അവൻ 10,000 സുന്ദരൻ, എന്റെ പ്രിയനോ അവൻ സർവാംഗ സുന്ദരൻ, അവന്റെ കാല്, അവന്റെ കവിള്, അവന്റെ കണ്ണ് ഒക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ആ നൈമിഷികമായ സുഖങ്ങൾ, ലോകത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ നമ്മുടെ ഹൃദയത്തെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് ഈ പകൽ മനസ്സിലാക്കണം, എന്റെ ഹൃദയം ലോകമേ നിനക്ക് വശീകരിക്കാൻ കഴിയില്ല. എന്റെ ഹൃദയം ഞാൻ ഒരുവന് വിട്ടുകൊടുത്തു പോയി. അതെന്റെ പ്രേമ മണവാളനായ കർത്താവാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ കടലിയത്തിൽ വിളിച്ചു വരാം. അതുകൊണ്ടാണ് നാം പാടാറില്ലേ, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകി, സുന്ദരനായ മനോഹര നിന്നെ പിരിഞ്ഞു ലോകയാത്ര. മനസ്സിലാവുന്നുണ്ടോ? ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രഭാവങ്ങൾ ഓടിയോട് കൂടെ എന്നെ മാറി വിളിച്ചാൽ സുന്ദരനാ മനോഹര നിന്നെ പിരിഞ്ഞു ലോകയാത്ര. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ പറയാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ
ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാൽ സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തെ ചതിക്കരുത്. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ദൈവസഭയോട് ഇടപെടുകയാണ്. ഈ ലോകത്തിന്റെ സൗന്ദര്യങ്ങൾ, ഈ ലോകത്തിന്റെ മോടികൾ, ഈ ലോകത്തിന്റെ പ്രഭാവങ്ങൾ നമ്മുടെ മനസ്സിനെ വശീകരിക്കാൻ ഇരുവശത്തു നിന്ന് നമ്മെ പിടിച്ച് ലോകത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോ ദൈവമക്കൾ വാക്കുറന്ന് പറയണം, എന്റെ ഹൃദയം ഒരുവിൽ വിട്ടുകൊടുത്തു പോയി, എന്റെ ഹൃദയം ഒരുവിൽ വിട്ടുകൊടുത്തോ. ലക്ഷം തൽക്കമാന വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. 2024 എന്റെ ഹൃദയം ഒരുവിൽ വിട്ടുകൊടുത്തു പോയി, എന്റെ പ്രേമ മണമാളനായ കർത്താവിന് ക്ഷണമോനെ നീ എത്രയും നിന്റെ പ്രൗഢി കാണിച്ചാലും എന്റെ ഹൃദയത്തിനകത്താ ഇടയ ചെറുക്കനാ ആ സഹോദരി പറയും, ചുമ്പിയക്കാർക്ക് പറയും, എന്റെ ഹൃദയത്തിനകത്താ ഇടയ ചെറുക്കനാണ്. 2024 ചിലനോട് ചെറുത്തു നിൽക്കാം, ചെറുത്തു നിൽക്കാം. നമ്മെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില മേഖലയോട് നമുക്ക് എതിർത്ത് നിൽക്കാം. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്ന് ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടുത്തെ 1 തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് തിമോഥെയോസ് പറയും, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോളി. പരിശുദ്ധാത്മാവിന്റെ മകൾ ഇടപെടുകയാ. പാപത്തിന്റെ അനുഭവങ്ങളെ, പാപത്തിന്റെ വശങ്ങളെ ഒക്കെ വിട്ടോളി. ക്രിസ്തുവിന്റെ അനുകാരികളായി, ക്രിസ്തുവിന് അനുരൂപരായി തീരുവാൻ പരിശുദ്ധാത്മാവ് റിജോയ്സ് ചർച്ചിനകത്ത് ഈ ദിവസങ്ങൾ ശക്തമായൊരു ആത്മീയ ചലനങ്ങൾ ഉണ്ടാക്കട്ടെ. ഇനി 4ാമത്തെ പ്രബോധനം അതിനൊക്കെ ശക്തമാണ്. അത് പറഞ്ഞ് നാം വായിച്ച വാക്യത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. 4ാമത്തെ പ്രബോധനം 4ാം അധ്യായം 2ാമത്തെ വാക്യം. വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. 4ാമത്തെ പ്രബോധനം അതിനൊക്കെ ശക്തമാണ്. പൗലോസ് തിമോഥെയോസ് നൽകുന്ന ദൂത് വചനം പ്രസംഗിക്ക. തിമോഥെയോസേ, മനസ്സിലാണോ? വചനം പ്രസംഗിക്ക. കിട്ടുന്ന സമയം കിഴവിക്കഥ പറയുകയല്ല, കെട്ടുകഥ പറയുകയല്ല, അവിടെയും ഇവിടെയും നാം ചെയ്ത ചില വീര്യ സാഹിത്യ കഥകൾ പറയുകയല്ല. കിട്ടുന്ന സമയം വചനം പറയണം. കിട്ടുന്ന സമയം എന്ന് വചനം ഇങ്ങനെ പറയാൻ കാര്യം, പൗലോസ് ഇങ്ങനെ വചനം പറയണമെന്ന് തിമോഥെയോസിനെ പ്രബോധിപ്പിക്കാൻ കാര്യം എന്താ? വചനത്തിന്റെ ശക്തിയെ കുറിച്ച് പൗലോസ് നന്നായിട്ട് അറിയാം. എന്താ വചനത്തിന്റെ ശക്തി? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചിരുന്നതും. അടുത്തത് ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിന് വചനം. കേട്ടോ? നിങ്ങൾ വേദപുസ്തകത്ത് പരിശോധിക്കണം. എബ്രായ ലേഖനം 4ാം അധ്യായം 12ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി വേഗത്തിൽ പറയാം, മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഒരേ സമയത്ത് 3 മേഖലയെ തൊടാൻ കഴിയും. കേട്ടോ? വചനത്തിന് മാത്രമേ ഒരേ സമയത്ത് ദേഹിയെ ആത്മാവിനെ തൊടാൻ കഴിയും. ഞാൻ ഇന്ന് പകൽ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് റിജോയ്സ് ദൈവസഭയോട് ഇടപെടുകയാണ്. ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ദേഹത്തെ ആ വചനം സൗഖ്യമാക്കാം. നിങ്ങളുടെ ദേഹിയെ വചനം തൊടും. നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായ അവല്ലാത്ത കൺഫ്യൂഷനുകൾ വചനം എടുത്തു മാറ്റും. ആ വഴി വെക്കണോ, ആ യാത്ര സ്ഥിരമാക്കണോ, ആ ദൈവഹിതമാണോ ആ വഴി, ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് ആ ദേഹി മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി നടത്തും. വചനം ദേഹി മേഖലയെ കളിയും. ആ ചിന്തകളെ എടുത്തു മാറ്റും, ആ വിചാരങ്ങളെ എടുത്തു മാറ്റും. 3 ആത്മമണ്ഡലത്തിൽ നമുക്കൊരു വിടുതൽ കൽപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോ 3 മേഖലക്കകത്തും വിടുതലുണ്ടാകും. ഒരു പത്രം വായിച്ചാൽ നമുക്കത് ഉണ്ടാകില്ല. കേട്ടോ? പത്രം വായിച്ചാൽ ഇതൊന്നും നമുക്കുണ്ടാകില്ല. മറ്റുള്ള ഏത് പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാലും ഇതൊന്നും ഉണ്ടാകില്ല. പക്ഷെ വചനം നിങ്ങൾ വായിച്ചാൽ, വചനം നിങ്ങൾ കേട്ടാൽ 3 മേഖലയും ഒരേ സമയത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിക്ക്. ഉടയമന സമ്പൽക്കരാതി അർത്ഥന അതാ വചനത്തിൽ അത്ര പ്രാധാന്യം നമ്മുടെ യോഗങ്ങളിൽ കൊടുക്കുന്നേ അല്ലേ? ആരാധനയ്ക്ക് പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ ദൈവത്തെ സ്തുതിക്കുന്നതിൽ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നാം പ്രാധാന്യം കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിലാണ്. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താ അതിന് പ്രാധാന്യം കൊടുക്കാൻ കാര്യം? വചനമാണ് നമ്മെ പണിയുന്നത്, വചനമാണ് നമ്മുടെ കെട്ടുകൾ അടിക്കുന്നത്, വചനമാണ് നമ്മെ കുടിക്കുന്നത്, വചനമാണ് നമ്മെ ഉറപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവരെ സ്തോത്രം ിക്കുമ്പോ വചനം ഇന്ന് രാത്രി, ഇന്ന് പകൽ ദോഹയിലുള്ള ചില കുടുംബങ്ങളെ തൊടുകയാണ്. വചനം ഇന്ന് പകൽ ചില തലമുറകളെ തൊടുകയാണ്. വചനം ഇന്ന് പകൽ ചില പുറത്തെടുക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമയിൽ പറയാം.
വൈലാറകതന. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞില്ല. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നത്, പുല്ലുണങ്ങുന്ന പൂവാൻ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഇനി സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. 119 സങ്കീർത്തനത്തിൽ നിന്റെ വചനം എന്റെ കാലിന് നിയമവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. 19 സങ്കീർത്തനത്തിൽ വചനം പൊന്നാണ്. വചനം പൊന്നു മാത്രമല്ല, വചനം അണ്ണാക്കിന് മധുരമാണ്. ഓ ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ നമുക്കൊരു മാധുരി ഉണ്ടാകും അല്ലേ? വചനം പ്രസംഗം കേൾക്കുമ്പോൾ ദൈവജനത്തെ നാം ദൈവജനത്തിന്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു തണുപ്പുണ്ടാകാറില്ലേ? നമുക്ക് ആശ്വാസം ഉണ്ടാകാറില്ലേ? ചില വചന പ്രസംഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ എത്ര ചലിപ്പിച്ചിട്ടുണ്ട്. തകർന്നു വന്നിരുന്ന ഈ കസാരയിൽ നിങ്ങൾ തകർന്നു വന്നിരുന്ന പല ദിവസങ്ങളിലും വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടില്ലേ? വചനം നിങ്ങളുടെ കെട്ടുകളെ അടിച്ചില്ലേ? അധൈര്യപ്പെട്ട് ഹൃദയം തകർന്ന് ഇനി ലോകയിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വല്ലാതെ ചിന്തിച്ചു കസാരയിൽ വന്നിരുന്ന് ഇനി ചെഴുന്നേൽക്കുന്ന അങ്ങനെയല്ലല്ലോ. ദൈവം ഓർപ്പിക്കുമെന്ന ധൈര്യത്തോടെ ദൈവം അനുഗ്രഹിക്കൂ. വചനം ഇന്ന് രാത്രി ഇന്ന് പകച്ചിരുന്ന തൊല്ലുകയാണ്. വചനം ഇന്ന് പകച്ചിരുന്ന തൊല്ലുകയാണ്. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ വചനം ഇന്ന് ഈ പകച്ചിരുന്ന തൊല്ലുകയാണ്. പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നേ, വചനം തീമൂലയും പാറയെ തകർക്കുന്ന ചുറ്റിയുമാണ്. അടുത്തത് വചനം, നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതിന്റെ ഹൃദയത്തിന് സന്തോഷം, മനസ്സിന് ആനന്ദമാണ്. പ്രവാചക പുസ്തകത്തിൽ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ, അതിന്റെ കാര്യം സാധിപ്പിക്കാതെ അയച്ചവന്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. പ്രവാചക പുസ്തകം 37-ാം അധ്യായത്തിൽ 37 യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന താഴ്വരയ്ക്കകത്ത് യഹസ്കേലിനെ ചുറ്റി ദൈവം നടക്കുമാറാക്കി. ചുറ്റി നടന്ന് മുൻപോട്ട് വരുന്നവന്റെ മുഖത്തേക്ക് നോക്കി ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? എല്ലാവരും കേട്ടോണേ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പെട്ടെന്ന് യഹസ്കേൽ കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യഹോവയായ കർത്താവേ, നീ അറിയുന്നു. യഹോവയായ കർത്താവേ, എന്താ വാക്കിന്റെ അർത്ഥം അറിയോ? ഞാനിവിടെ ഇറങ്ങി വന്നതല്ല, നീ എന്നെ അയച്ചിട്ട് വന്നതാ. കേട്ടോ, എന്റെ ഒരു തീരുമാനത്തിൽ വന്നതല്ല അസ്ഥി കൂമ്പാരത്തിനകത്ത്. നിന്റെ ആത്മാവിനെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് നിർത്തിയതാ. നിന്റെ ആത്മാവിനെ കൊണ്ടു നിർത്തിയെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? ഞാൻ നൂറ് വ്യക്തമാക്കുക. ചിലരോട് ആത്മാവിനെ പ്രവചിക്കുക. ദൈവമാവിനെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം. മറിയെ, ഉദരത്തിനകത്ത് ഒരു തലമുറയെ പരിശുദ്ധാത്മാവിൽ ഉണവാക്കുമ്പോൾ മറിയെ, നിന്നെ കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം യോസഫിനല്ലെന്ന് ദൈവത്തിനാണ്. മനസ്സിലാവണം? വചനം അകത്ത് സ്വീകരിക്കുന്ന മറിയമാണ് ഇന്ന് ഈ പകൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിന്നെ കുറിച്ചുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. ഹല്ലേലൂയ. ഇത് അസ്ഥിക്കുമ്പാരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവമാണ്. അതുകൊണ്ട് നെഗസ്റ്റിൽ പറയുന്ന മറുപടി വളരെ സന്ദേഹം. ഞാൻ വന്നതല്ല യേശുവേ, ഞാൻ വന്നതല്ല കർത്താവേ, ഞാൻ വന്നതല്ല ദൈവമേ, നീ എന്നെ കൊണ്ടുവന്നതാ. നിനക്കറിയാം അസ്ഥി ജീവിക്കോ ഇല്ലയോ എന്നൊക്കെ, നിനക്കറിയാം ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ, നിനക്കറിയാം ഈ വിഷയത്തിനകത്ത് നീക്കുപോക്കുണ്ടോ എന്നൊക്കെ. എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. അത് ആ ഉറപ്പോടെ നിൽക്കണം കേട്ടോ. ഞാൻ ഇന്ന് ഈ പള്ളി സന്ദേശം കേൾക്കുമ്പോൾ എന്തോ ഒരു സംശയം നിങ്ങളുടെ അകത്ത് വല്ലാതെ നിങ്ങളെ ആ സംശയം കീഴ്പ്പെടുത്തി കളയുന്നെങ്കിൽ അവിടെ നിങ്ങൾ അവിടെ വന്നതല്ലെന്ന്, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണ് ഉത്തരവാദിത്വം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന കരമൊന്ന് ഉയർത്തിയിടാമെൻ പറയാട്ടെ. ഞാൻ ആ സ്റ്റെപ്പ് എടുത്ത് ദൈവത്തിന്റെ വാക്ക് നിമിത്തമാണ്. ഞാൻ ആ പരീക്ഷ എഴുതിയ ദൈവത്തിന്റെ വാക്ക് നിമിത്തമാണ്. ഞാൻ വെറുതെ പോയതല്ല, വെറുതെ എഴുതിയതല്ലപ്പ. നീ പറഞ്ഞിട്ട് എഴുതില്ല, നിനക്കാണ് അതിനകത്ത് ഉത്തരവാദിത്വം. മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? അങ്ങനെ ചില വിഷയത്തിൽ നിന്ന് പ്രതികരിച്ച് കർത്താവ് അടുത്ത വലിയ തുറന്നുവരും. ഇങ്ങനെ പ്രതികരിക്കുമ്പോ ദൈവം പറയുന്ന വാക്കെന്നറിയോ? യഹസ്കേലേ, നീ അസ്ഥികളെ നോക്കി പ്രവചിച്ച് പറയേണ്ടതെന്നാൽ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ഇങ്ങനെ പ്രതികരിച്ചവന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിനൊന്നും പിന്നെ മിണ്ടാൻ കഴിയില്ല. പിന്നെ പറയുന്ന വാക്ക്, ഈ പ്രവാചകനെ, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. എന്താ പ്രവചിക്കണ്ടേ? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്നറിയോ? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വചനമാണ് നീ പ്രവചിക്കേണ്ടത്. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാം, ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. ഏറ്റവും വലിയ പ്രവചനം
ഏറ്റവും വലിയ പ്രവചനം ദൈവവചനമാണ്. ദൈവവചനത്തെ വെല്ലുന്നൊരു പ്രവചനം ഉലകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവവചനത്തിൽ നാം കേൾക്കുന്ന ഒരു ദൂതുണ്ടല്ലോ, അത് നമ്മെ നന്നായിട്ട് വഴി നടത്തും. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? ദൈവവചനത്തിൽ നമ്മെ പരിശുദ്ധാത്മ തൊട്ട് ഉണർത്തിയ ദൂതുണ്ടല്ലോ, അത് നമ്മെ ആ ജീവിതത്തിന്റെ ആസ്വാദത്തോടെ നടത്തും. പറഞ്ഞു യഹോവയെ നീ ഈ അസ്ഥികൾ നോക്കി പ്രവചിക്കണം. എന്താ പ്രവചിക്കുന്നത്? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കും. എന്താ വചനം? ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് തൊക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളിൽ ജീവൻ വരുത്തേണ്ടതിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ മേൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 37-ാം അധ്യായം, എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. അടുത്ത ആ വാക്കിൽ ഇങ്ങനെയാണ്, ഞാൻ തൊട്ടുകൊണ്ടുപോയി നിങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങളുടെ വിശ്വാസം വരും. ഇതാണ് ഈ പ്രവചിക്കുന്നത്. ഇങ്ങനെ പ്രവചിക്കുന്നു ഈ എഗസ്കേൽ. പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് ദിവസം ഇങ്ങനെ വായിക്കുന്നത്, പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഒരു വലിയ ഭൂകമ്പം. ഞാൻ ചോദിക്കട്ടെ, മിനിസ്റ്ററിൽ എല്ലാവരും ശ്രദ്ധിക്കണം. ഭൂകമ്പം ഉണ്ടായ ചെതറ് ഒന്നിക്കോ? ചെതറും അല്ലെ? ചെതറും. ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി, ഇന്ത്യൻ ഓഷ്യയിൽ നിരന്തരം ഭൂകമ്പം ഉണ്ടാവുന്നു. ഭൂകമ്പം ഉണ്ടായപ്പോ അവിടെ വീടുണ്ടായി വന്നെന്നാണോ? ഫ്ലാറ്റ് ഉണ്ടായോ? ഇല്ല. അവിടെ പാലം ഉണ്ടായി വന്നോ? ഇല്ല. പാലം തകർന്നു, വീട് തകർന്നു, അല്ലെ? വഴി തകർന്നു. ഭൂകമ്പം എപ്പോഴും ചതറിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു ഭൂകമ്പം അയക്കുമ്പോൾ എന്താ സംഭവിച്ചതല്ലോ? ചെതറിയത് ഒന്നിച്ചു. മനസ്സിലായില്ല. അസ്ഥിയോട് ചെതറിക്കിടക്കുക. പക്ഷെ ഭൂകമ്പം അയക്കുമ്പോ ചെതറിയത് ഒന്നിച്ചു. അതിനകത്തൊരു ദൂത് ഞാൻ വ്യക്തമാക്കി ദൈവസഭയോട് പറയാം. ദൈവം അയക്കുന്ന വിഷയങ്ങൾ, ദൈവം അയക്കുന്ന ചില പ്രതികൂലങ്ങൾ, അത് ചെതറിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. കേട്ടോ നിങ്ങൾ? ദൈവം അയച്ചിട്ട് ആ പ്രശ്നം വന്നെങ്കിൽ, ദൈവം അയച്ചിട്ട് അയ്യോവേ ജീവിതത്തിൽ കഷ്ടത വന്നെങ്കിൽ, അത് നിന്നെ ചതറിപ്പിക്കാനുള്ളതല്ല, ഞാൻ ചിലരോട് ധൈര്യപ്പെടുത്തി ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ വല്ലാത്ത ചിതറിക്കൽ ജീവിതത്തിലൂടെ അനുഭവിക്കുന്നെങ്കിൽ, ദൈവമായിട്ട് സംഭവിച്ചെങ്കിൽ അതിനെ ചിതറിപ്പിച്ച് കളയില്ല, അത് ഒന്നിപ്പിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒളിച്ച് ദൂതേറ്റെടുക്ക്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കണം. ചെതറി പോയത് ഒന്നിച്ചു. പക്ഷെ അതിനകത്ത് മാംസമില്ല, അതിനകത്ത് തൊക്കില്ല, അതിനകത്ത് ഞരമ്പില്ല. പക്ഷെ ഇത് സംബന്ധിച്ചുടനെ ഞരമ്പ് വന്നു, മാംസം വന്നു, തൊക്ക് കൊണ്ട് പോയി. അടുത്ത വാക്യം എന്ന് അറിയോ? അതിനകത്ത് ജീവനില്ല. ജീവനില്ലാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഈ കാറ്റിനോട് പ്രവചിക്കുക. നികിതന്മാർ വന്ന് ജീവിച്ചു നിൽക്കുന്നത്. പെട്ടെന്ന് കാറ്റിനോട് പ്രവചിക്കുന്ന സമയത്ത് ഈ നികിതന്മാരുടെ മേൽ വന്ന് കാറ്റ് ശ്വാസം ഊതി അവർ എഴുന്നേറ്റ് പറ ഒരു സൈന്യമായി. ഒരു സൈന്യം. എല്ലാവരും കേട്ടോണം ഇതുകൊണ്ട്. എഴുന്നേറ്റ് ഒരു സൈന്യമായി. എന്താ ഈ സൈന്യം എന്ന് എഴുതാൻ കാര്യം? എഴുന്നേറ്റ് നിന്നൊന്നും എഴുതിയാവില്ല. പക്ഷെ ഇവിടെ സൈന്യം ഒന്ന് കൂട്ടിച്ചേർക്കാൻ കാര്യം എന്താ? കൂട്ടിച്ചേർക്കാൻ കാര്യമുണ്ട്. കഴിഞ്ഞ 70 വർഷത്തിന് പുറകിൽ നെബൂഖദ്നേസർ രാജാവ് ആയുധധാരികളെ പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? ബാബേലിലേക്ക് പോയി. 70 വർഷത്തിന് പുറകിൽ അവർക്ക് നഷ്ടപ്പെട്ട ആയുധം ആത്മാവ് വചനവും സമ്മേളിച്ചപ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ചത് ഒരു കൂട്ടമായിട്ടല്ല, ഒരു സൈന്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ 70 വർഷത്തിന് പുറകിൽ എന്തൊക്കെയാണ് ഇവർക്ക് നഷ്ടപ്പെടുന്നത് അതെല്ലാം തിരികെ കൊടുത്ത് ദൈവം സൈന്യമായി എഴുന്നേൽപ്പിച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് മുതൽ ശക്തമായിട്ട് ചിലരോട് പ്രവചിക്കുക. അവർക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കിത്തരുന്നത് ദൈവത്തിന്റെ വചനം, നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കിത്തരുന്നത് ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ യാഗത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഏത് ശവപ്പറമ്പും ആത്മാവും വചനവും സമ്മേളിച്ച സൈന്യമായി മാറും. ഏത് തകർച്ചകളും ആത്മാവും വചനവും സമ്മേളിച്ചാൽ തകർച്ചകൾ മാറും. ഏത് പോരാട്ടങ്ങളും ആത്മാവും വചനവും സമ്മേളിച്ചാൽ അഴിഞ്ഞു മാറും. ഏത് വെല്ലുവിളികളും ആത്മാവും വചനവും സമ്മേളിച്ചാൽ അഴിഞ്ഞു മാറും. ഏത് കുടുംബ തകർച്ചകളും ആത്മാവും വചനവും സമ്മേളിച്ചാൽ അഴിഞ്ഞു മാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ വചനത്തിനും വചനവും ആത്മാവും സമ്മേളിച്ചിട്ടുണ്ടോ? അവിടെ ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അർത്ഥന ജഗൽക്കരാതി 70 വർഷത്തിന് മുമ്പിൽ ബാബേൽ പ്രവാസത്തിലേക്ക് അവരെ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ 70 വർഷത്തിന് ആ നിലവിൽ ദൈവം എഗസ്കേൽ പറയുന്നു, വചനവും ആത്മാവ് സമ്മേളിച്ചാൽ താഴ്വരയിൽ ഒരു സൈന്യം എഴുന്നേൽക്കും.
ഞാൻ ആത്മാവിച്ചതോടെ പ്രവചിക്കുകയാണ്. 2024 ദൈവസഭയ്ക്കകത്ത് നിന്ന് ഒരു സൈന്യം എഴുന്നേൽക്കുകയാണ്. കമോ, വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറ. വചനത്താലും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സൈന്യം ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശുവിൻ നാമത്തിൽ വചനവും ആത്മാവ് സമ്മേളിച്ചാൽ ഒരു സൈന്യമായി എഴുന്നേൽക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യുക. സമയം 2 മിനിറ്റ് മുൻപോട്ട് പോയി എങ്കിലും ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. 2 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അത് നിമിത്തം ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലക്ഷിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധിയ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു പിടിക്കുന്നു. പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചേ. ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ഒത്തിരി പോരാട്ടത്തിലൂടെ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ, ഒത്തിരി വെല്ലുവിളിയിലൂടെ യാത്ര ചെയ്ത മനുഷ്യനാണ് പൗലോസ്. പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, ഞാൻ പിന്മാറി പോകാതിരുന്നത്, ഞാൻ പ്രതിസന്ധിക്കകത്ത് തകർന്നു പോകാതിരുന്നത്, ഈ വിശ്വാസ ജീവിതത്തിനകത്ത് ഞാൻ വിശ്വാസത്യാഗിയായി മാറാതിരുന്നത് കാര്യം എന്നറിയോ? ഞാൻ ആരെ അവിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. ഞാൻ ആരെ അവിശ്വസിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? നിങ്ങൾ ആ വാക്യം ശരിയായി വായിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നല്ല, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഉറപ്പ് പ്രാപിച്ചിട്ട് ഈ സഭായം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കാവൂ. ഇനി ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? എന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, 3 അറിവ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. എന്റെ ദൈവം വിടുവിക്കുന്നവനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം എബ്രാഹിം 2-ാം വിടുവിച്ച വാക്യം സഹായിപ്പാൻ കഴിവുള്ളവനാണ്, വിടുവിക്കുന്നവനാണ്. 2 കൊരിന്ത്യർ 1:10, 1 കൊരിന്ത്യർ 10:13 വിശ്വസ്തൻ. എബ്രായ ലേഖനം 2 അവസാനം അവൻ സഹായിക്കാൻ കഴിവുള്ളവനാണ്. ഞാൻ വേഗത്തിൽ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ അറിവെന്നറിയോ? അവൻ വിടുവിക്കുന്നവൻ. എപ്പോഴൊക്കെ വിടുവിക്കുന്നവൻ? ഇന്നലെ വിടുവിച്ചവൻ, ഇന്ന് വിടുവിക്കുന്നവൻ, നാളെയും വിടുവിക്കുന്നവൻ. എത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുന്നു, മേലാലും വിടുവിക്കും. മനസ്സിലാണോ? അവൻ വിടുവിക്കുന്നവനാണ്. 2 അവൻ വിശ്വസ്തനാണ്. 3 അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. എല്ലാ കണ്ണും അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകലിൽ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തെ കത്തിക്കട്ടെ. ഈ ദിവസം ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിടുവിക്കുന്നവനാണ്. ആരൊക്കെ എന്റെ പ്രതിസന്ധിക്കകത്ത് എന്നെ കൈവിട്ടാലും എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ അറിവ് അവൻ വിടുവിക്കുന്നവനാണ്, വിശ്വസ്തനാണ് അവൻ. ആരൊക്കെ എന്നെ അവിശ്വസ്തത കാണിച്ചാലും, അവിശ്വസ്തനായി മാറിപ്പോയാലും എന്റെ ദൈവം എന്റെ ഓഫീസിനകത്ത് എനിക്ക് വിശ്വസ്തനാണ്, എന്റെ കുടുംബത്തിനകത്ത് എനിക്ക് വിശ്വസ്തനാണ്, ഈ ദേശത്തിനകത്ത് ദൈവം എനിക്ക് വിശ്വസ്തനാണ്. കഴിവുകെട്ട ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, അവൻ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. എത്ര പേർ കരമൊന്നും ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒത്തിരി പരിമിതികൾ സൂം മീറ്റിങ്ങിനകത്തുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിനൊരു പരിമിതിയില്ല. ദൈവം നിങ്ങളെ തൊടുകയാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ സാന്നിധ്യം ചർച്ചിനകത്ത് ഇറങ്ങുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. ഈ പകൽ ഈ ദൂത് വിശ്വസിച്ച് നിങ്ങൾ മടങ്ങിപ്പോകാവൂ. എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ അറിവ്, അവൻ വിടുവിക്കുന്നവൻ, അവൻ വിശ്വസ്തൻ, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ നിത്യപിതാവ്, അവൻ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്തിയുള്ളവൻ. തുറന്ന് പറഞ്ഞേ, എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ അറിവ്, ആ അറിവിനെ തടുക്കാൻ ഒരു പിശാചിനും കഴിയില്ല. എന്റെ കണ്ണുമടച്ച് പ്രാർത്ഥിക്കും. പൗലോസ് പറഞ്ഞു, അത് നിമിത്തം ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും രക്ഷിക്കുന്നില്ല. ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയാം. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനാണ്. എല്ലാ കണ്ണുമടച്ച് അക്കാര്യം ഒന്ന് സ്വർഗത്തിലേക്ക് കൂട്ടി നിങ്ങൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. പൗലോസിന്റെ ദമസ്കോസിന്റെ പടിവാതിക്കലെ 1-ാമത്തെ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? നീ ആരാണ്? വാഹന മൃഗത്തിന്റെ പുറത്ത് നിന്ന് സൂര്യനെ കവിയുന്നൊരു വെളിച്ചം എന്റെ മേൽ അടിച്ച് ഞാൻ വാഹന മൃഗത്തിന്റെ പുറത്തും താഴേക്ക് വീഴുമ്പോ പൗലോസിന്റെ ചോദ്യം, നീ ആരാണ്? അവസാന ലേഖനത്തിൽ പൗലോസ് എഴുതിവെച്ചു, ഞാൻ വിശ്വസിക്കുന്നതിനെ എനിക്കറിയാം. നീ ആരാന്നല്ല അവസാനത്തിൽ ചോദിക്കുന്നത്, എനിക്കറിയാം എന്റെ ദൈവത്തെ, എനിക്കറിയാം എന്റെ ദൈവത്തെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ഞാൻ ഇവിടെ മംഗലാപുരത്ത് എന്ന് പകൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിലാണ്, പക്ഷെ ഇതിനകത്ത് ചലിക്കുന്ന ഒരു ദൈവമഹത്വമുണ്ട്. ഉദയ റഗദ 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 ഷാര ലാധ രാമ ഹസ റംധ ലന്ധ. ദൈവം നിങ്ങളെ തൊടുകയാണ്.
ദൈവം നിങ്ങളെ തൊടുകയാണ്. എല്ലാ ഇംഗ്ലീഷ് വ്യക്തികളെയും പരിശുദ്ധമ തൊടട്ടെ. വചനം കൊണ്ട് നിറട്ടെ, വചനം കൊണ്ട് തൊടട്ടെ, ധൈര്യപ്പെടട്ടെ, വചനത്തിൽ ധൈര്യപ്പെടട്ടെ, വചനത്തിൽ ഒരു സൈന്യം ദൈവസഭയ്ക്ക് തെളിഞ്ഞു നിൽക്കട്ടെ. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. മിനിസ്ട്രിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോർജ് എങ്കിലിനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. ഈ പകൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. സഭയിലെ എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും ഈ ദൂത് ചലിപ്പിക്കണമേ, എല്ലാവരെയും ഈ ദൂത് തൊടണമേ, ഈ ദൂത് എല്ലാവരെയും സ്പർശിക്കണമേ. അവരകത്ത മനുഷ്യൻ ബലപ്പെടണമേ. അവർ ഏത് പോരാട്ടങ്ങൾ നടുവിലാണെങ്കിലും ഈ വചനയുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തണമേ. ഞാൻ വിശ്വസിച്ച എല്ലാ ദൈവത്തെ കുറിച്ചുള്ള എന്റെ അറിവ് ഇവിടെ ഹൃദയത്തിനകത്ത് കത്തണമേ. കർത്താവ് എല്ലാ നന്മയ്ക്കായി ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. സമയം അനുവദിച്ച ദൈവദാസൻ നന്ദി. കർത്താവ് സഹായിക്കും. ആമേൻ.